നമ്മുടെ തെറ്റുകളെ നോക്കുമ്പോൾ മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കുന്ന പോലെയാണ്. ഇപ്പം മറ്റുള്ളവരിലെ നന്മയെ നോക്കുമ്പോൾ ടെലസ്കോപ്പ് കൊണ്ട് നോക്കുന്ന പോലെയാണ്. ആ ഒരു ഭാവത്തിലേക്കാണ് നമ്മൾ ഉണരേണ്ടത്. നമ്മളിലേക്ക് നോക്കിയാണ് മറ്റുള്ളവരെ എപ്പോഴും വിലയിരുത്തേണ്ടതെന്ന് പറയുന്നതാണ്. ഒരാൾ ദേഷിക്കുമ്പോഴും നമ്മുടെ ദുർബലയെ പ്രതിഫലിക്കുന്ന കണ്ണാടിയാണ്. ആ ഒരു ഭാവത്തിൽ പോകണമെന്നും എല്ലാം ഗുരുവാണെന്നും ശാസ്ത്രം പറയുന്നത് അങ്ങനെയാണ്. ആദ്യം കർമ്മത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ശാസ്ത്രമല്ല ഒരു ഗുരുവിൽ തുപ്പി പഠിക്കുന്നത്. കർമ്മം ചെയ്യുക, അങ്ങനെ തന്നിലായി അഹങ്കാരത്തിൽ കാണാനിടയുണ്ടാക്കി അങ്ങനെ കുറച്ച് ആ ഒരു ഭാവത്തെ കൊണ്ടുവന്നു. പിന്നെ ഒരു പൂജയോ ഹോമോ യജ്ഞമോ പിന്നെ ഭാഗവതം അങ്ങനെ 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 ജപം യജ്ഞം പിന്നെ ഉപനിഷത്ത് അങ്ങനെ പിന്നെ അവസാനമാണ് ബ്രഹ്മസൂത്രം ഉപദേശിക്കുന്നത് അദ്വൈതം. അപ്പം പിന്നെ പ്രവൃത്തി തന്നെ ആയിക്കഴിയും. പക്വതയുള്ള മനസ്സ് എങ്ങനെയാണ്? അല്ലെങ്കിൽ കൊച്ചുകുട്ടികളുടെ തോക്ക് കൊടുക്കുന്ന പോലെ അവർക്ക് എളുപ്പാട്ടമാണ് കൊടുക്കണ്ടേ. അവരെ കൊണ്ട് തോക്ക് കൊടുത്ത് എന്താ നടക്കുന്നത്? ആദ്യം തന്നെ അങ്ങ് അദ്വൈതം ഉപദേശിച്ചാലേ പ്രവൃത്തിയിലൊന്നും കാണത്തുമില്ല. ബുക്കും നമ്മളും കൂടെ എന്ത് വ്യത്യാസം ഉണ്ടാവും? ടേപ്പ് റെക്കോർഡും നമ്മളും കൂടെ എന്ത് വ്യത്യാസം ഉണ്ടാവും? കൃഷ്ണൻ പ്രയത്നിച്ചും കൊണ്ടാണ് പോയത്. ഋഷികളും നല്ലോണം തപസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പോയത്. ശരിക്ക് ധ്യാനോപാധികളും സത്സംഗം ശ്രവിച്ചും സാക്ഷാത്കാരം കിട്ടിയിട്ടും അവർ ശാസ്ത്രങ്ങൾ പിന്നെയും പഠിച്ചെന്ന് പറയും. സാക്ഷാത്കാരം എന്നുള്ള ഒരു ബോധത്തേക്ക് ഉണർന്നിട്ടും എന്നുവെച്ചാൽ ആത്മാവാണെന്നുള്ള ബോധത്തേക്ക് ഉണ്ടെന്നും ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പം രമണ മഹർഷിക്കൊക്കെ സാക്ഷാത്കാരം കിട്ടിയിട്ടും പഠിച്ചു പിന്നെയും ശാസ്ത്രങ്ങൾ പഠിച്ചു. രമണ മഹർഷി തുടക്കമൊക്കെ അരുണാചലത്തെ ആ മലയാണ് ശിവനായിട്ട് കണ്ടുകൊണ്ട് പ്രദർശനം വെച്ചത്. ഇപ്പം രമണാശ്രമത്തിലുള്ള എഴുത്തുകളിൽ പറയുന്നുണ്ട് അവിടെ ആരും നടക്കുന്ന സമയത്ത് രമണ മഹർഷി കരയുമായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പൂജനം അർച്ചനം ജപം പിന്നെ ഒരു ലീനാവസ്ഥയും മാത്രം ആത്മധ്യാനം പറയുന്നുള്ളൂ. അതൊന്നും മനസ്സിലാക്കുകയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അദ്വൈതമായ ബുക്ക് എടുത്ത് വായിച്ചിട്ട് പിന്നെ നമുക്ക് ധ്യാനിക്കുകയും വേണ്ട ജപിക്കുകയും വേണ്ട ഒന്നും വേണ്ട, പ്രവൃത്തിയിലൊന്നും കാണത്തുമില്ല. വിവേകാനന്ദൻ നടന്നു പോയ സമയത്ത് ഒരാൾ സത്രത്തിന്റെ അടുത്ത് കുറച്ച് പേർ ഒരു ജോലി ചെയ്യാൻ മൂടിപ്പതിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. വിവേകാനന്ദൻ പറഞ്ഞടാ നീ പോയി മോട്ടിക്കെങ്കിലും ചെയ്യടാ, എന്നുവെച്ചാൽ അങ്ങനെയെങ്കിലും ഒരു കർമ്മ നിരതനാണ്. ഈ കിട്ടുന്ന മെഡിസിൻ കൊണ്ട് കിടന്ന് തമസം ബാധിച്ച് മടീനെ പോലെ ഇരിക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ആ വിവേകം പറഞ്ഞ് മോട്ടിക്കാവുന്നു. പക്ഷെ എൻ്റെ സാരം എന്താ? ഏത് സാഹചര്യത്തിൽ പറഞ്ഞു എന്നുള്ള മനസ്സിലാക്കുന്നില്ല. വേറൊരു സ്ഥലത്ത് വിവേകാനന്ദൻ്റെ സഞ്ചി എടുത്ത സമയത്ത് അടിച്ചു. അപ്പം സന്യാസിക്ക് ഇതിനും പറ്റുമെന്ന് പറഞ്ഞു. പട്ടിണിക്കാരനാണ് എന്തിനും പങ്ക് വഹിച്ചു കൊടുക്കാം, അല്ലാത്തവർക്ക് മോട്ടിക്കാൻ മാത്രം നടക്കുന്നവനായിരിക്കും. അവിവേകം പറഞ്ഞ് അടിക്കുക. പക്ഷെ ഏത് സാഹചര്യത്തിലാണ്? അങ്ങനെ ഓരോരോ സാഹചര്യങ്ങൾ എന്ത് പറഞ്ഞു ആ സാഹചര്യം എന്താണ് അതുകൊണ്ട് മനസ്സിലാക്കാതെ സാഹചര്യം മനസ്സിലാക്കാതെ ഇങ്ങനെ എടുത്തിട്ട് അതിനടുത്ത് വേറെ രീതി വ്യാഖ്യാനിക്കും. മനസ്സാണ് എല്ലാത്തിനും കാരണം. അതാണ് സങ്കല്പവും വികല്പവും ഉണ്ടാക്കുന്നത്. ലോകത്ത് ജീവിക്കും നമുക്ക് ആഗ്രഹങ്ങളുണ്ടാവും. ആഗ്രഹമുള്ളിടത്തോളം കാലം ദുഃഖവും നമുക്കുണ്ടാവും. തീയുണ്ട് അതിന് പുകയുണ്ടെന്ന് പറയുന്നവര്. ക്ലോക്കിന്റെ പെൻഡലം പോലാണ് നമ്മുടെ മനസ്സ്. സുഖത്തിലേക്കുള്ള ആയവെടുപ്പ് ദുഃഖത്തിലേക്ക് വന്നിക്കാനാണ്. അങ്ങനെ സുഖം ദുഃഖം ആടിക്കൊണ്ടിരിക്കുകയാണ് മനസ്സ്. ഉദാഹരണം നമ്മൾ ഷെയർ മാർക്കറ്റ് പൈസ ഇട്ടാൽ ഇപ്പോൾ 2-3 വർഷം മുമ്പേ ഇട്ടവർക്ക് ഭയങ്കര ഇരട്ടിക്കണക്കിന് കിട്ടി. ചില ആൾക്കൊക്കെ ഇപ്പം ചിലർക്ക് നഷ്ടം വന്നു. ആക്കി വലിയ നഷ്ടം കേട്ടുപോയി. അപ്പോൾ ഈ ലാഭം കിട്ടുമ്പോൾ ആകാശം വെച്ച് ചാടുകയും നഷ്ടം വരെ കപ്പൽ വല്ല മുങ്ങിപ്പോവുകയും ചെയ്യും. ചിലവർ ആത്മഹത്യ ചെയ്തവരുണ്ട് ഇങ്ങനെ നഷ്ടം വരുമ്പോൾ. പക്ഷേ അതിൽ 90% ആൾക്കാരും അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കി പോയതുകൊണ്ട് ലാഭം ഉണ്ടാവും നഷ്ടം ഉണ്ടാവും അവർക്കറിയാം. അപ്പം അതുകൊണ്ട് അവർക്ക് അത്ര കണ്ട് തളരുന്നില്ല. പിന്നെ ഒരിക്കൽ കിട്ടും എന്ന് പറഞ്ഞ് പോകുന്നവരുണ്ടാവും. പിന്നെ പക്ഷേ ഇതിൻ്റെ സ്വഭാവമാണ് മനസ്സിലാക്കി പോകുന്നവരുണ്ടാവും. അപ്പം സ്വഭാവം മനസ്സിലാക്കി പോകുമ്പോൾ രണ്ടിനെയും സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാകും. അതുപോലെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ സ്വഭാവമാണ്, ഇത് രണ്ടും ഉണ്ടാകാം. അപ്പോൾ അത് സ്വീകരിക്കാനുള്ള മനസ്സിനുണ്ടാക്കിയെടുത്താൽ നമുക്ക് മനസ്സമാധാനമായിട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്കിങ്ങനെ മനസ്സമാധാനമായിട്ട് പോകാൻ പറ്റും. അപ്പം അതാണ് പറയും മാറുമെന്ന് കാണാൻ പറയുന്ന അതാണ്. മറ്റൊരാളുടെ പ്രശ്നങ്ങൾ നമുക്ക് മാറുമെന്ന് കേൾക്കാനുള്ള ശക്തി ഉണ്ടാകും. ഇപ്പം സ്വന്തം കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്യാൻ മിക്ക ഡോക്ടർമാരും സമ്മതിക്കില്ല, വേറെ ആരെ കൊണ്ടും ചെയ്യും. കാരണം കൈ വരയ്ക്കാനുണ്ടാകും. അപ്പോൾ തെറ്റ് സംഭവിക്കാം. ടെൻഷൻ വന്ന് ഉള്ള ശക്തിയും ചോർന്നു പോകും. അപ്പം നമ്മുടെ ആരെങ്കിലും യാത്ര ചെയ്ത് ഇന്നടുത്തൊരു തീപിടുത്തം ഉണ്ടാലേ, നമ്മുടെ ആരെങ്കിലും ഒരു ലോറി തീപിടുത്തം ഉണ്ടാലേ ആ സ്ഥലത്ത് പോയിട്ടുണ്ട് പേപ്പർ എടുക്കുമ്പോൾ ഇങ്ങനെ വറയ്ക്കുന്നതാണ്. എൻ്റെ മോൻ അവിടെയാണ് താമസിച്ചത്, ഇങ്ങനെയാണ് താമസിച്ചത്. വിഷമം.
അപ്പോൾ നമ്മൾ ആ എൻ്റെ എന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമം മാറുമെന്ന് കാണുമ്പോൾ ഇതിൻ്റെ സ്വഭാവമാണെന്ന് മാറുമെന്ന് കാണാൻ പറയുന്നതിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കി നീങ്ങുക, തളരാതിരിക്കാൻ, നമ്മൾ അതിനെ നേരിടാൻ, അല്ല രക്ഷയില്ലല്ലോ. ആ ഒരു ഭാവത്തേക്ക് ദുഃഖം നമ്മൾ അനുഭവിക്കാതിരിക്കാൻ ചെയ്യണം. രണ്ടും പ്രതീക്ഷിക്കണം, ഇതും വരാം ഇതും വരാം. അപ്പോൾ കർമ്മം ചെയ്യുക, ഫലം ഇച്ഛയ്ക്ക് വിട്ടുകൊടുക്കുക. ജോലി ചെയ്ത് കൂലി മേടിക്കേണ്ടെന്നല്ല, അങ്ങനൊരു കാഴ്ചപ്പാടിലല്ല കൃഷ്ണൻ പറഞ്ഞത്. പഴയ കാലത്ത് കൃഷിയാണല്ലോ കൂടുതൽ. അപ്പോൾ വിത്ത് കിളിക്കാം കിളിക്കാതിരിക്കാം, ഫലം തരാം ഫലം തരാതിരിക്കാം. പക്ഷെ നമ്മളിപ്പോൾ അത് പ്രയത്നിക്കേണ്ടെന്നൊരിക്കലും കൃഷ്ണൻ പറയാം. കൃഷ്ണൻ പ്രയത്നിച്ചും പ്രയത്നിപ്പിച്ചും കൊണ്ടാണ് പോയത്. അപ്പോൾ കർമ്മം ചെയ്യുക, ഫലം ഇച്ഛയ്ക്ക് വിട്ടുകൊടുക്കുക.